വീണ്ടും ഒരു അന്താരാഷ്ട്ര വനിതാ ദിനം കൂടി കടന്നു പോവുകയാണ്. സ്ത്രീ ശാക്തീകരണത്തെയും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വീണ്ടും വീണ്ടും പറയുമ്പോൾ ഗാസയിലെ സ്ത്രീകൾ നേരിടുന്ന മനുഷ്യത്വ വിരുദ്ധതയും ക്രൂരമായ ആക്രമണങ്ങളും ആരും മറന്നു പോകരുത്. ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് 9,000-ലധികം സ്ത്രീകളാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നത്. ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ്, കൃത്യമായ എണ്ണമല്ല. അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ടാകാം എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഗാസയിൽ ഓരോ ദിവസവും ശരാശരി 63 സ്ത്രീകൾ കൊല്ലപ്പെടുന്നുണ്ട്. അതുപോലെ ദിനംപ്രതി 37 അമ്മമാർക്കും ഇസ്രയേലി സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ മരണം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മാർപ്പാപ്പയും രംഗത്തെത്തിയിട്ടുണ്ട്. മതി, ഇനിയെങ്കിലും നിർത്തൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. 23 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ മുനമ്പാണ് ഗാസ. ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്ന വിശേഷണം ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണത്. ഈ മേഖലയിൽ ആകമാനം ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണം ഒരു ജനതയെ ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. ഗാസയിലെ 23 ലക്ഷം ജനങ്ങൾ കൊടും പട്ടിണിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പറയുന്നുണ്ട്. അവിടേക്ക് സഹായ വിതരണവുമായി എത്തുന്ന ട്രക്കുകൾ, ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നവർ എന്നുവേണ്ട എല്ലാവരും എല്ലായിടത്തും ഗാസയിൽ ആക്രമിക്കപ്പെടുകയാണ്. ഗാസയിൽ പലയിടങ്ങളിലും അതിരൂക്ഷമായ പട്ടിണിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണ് അവിടെയുള്ളത്. ഇതിൽ 95% സാഹചര്യങ്ങളിലും ആ കുടുംബങ്ങളിലെ സ്ത്രീകളാണ് മക്കൾക്ക് വേണ്ടി ആ ഭക്ഷണം ഉപേക്ഷിക്കുന്നത്. 10-ൽ 9 സ്ത്രീകൾക്കും ഭക്ഷണം കണ്ടെത്തുന്ന കാര്യത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നതായും വാർത്തകൾ പറയുന്നു. ഏകദേശം 340 ആളുകൾക്ക് ഒരു ടോയ്ലറ്റ് എന്ന നിലയിലാണ് ഗാസയിലുള്ളത്. സ്വന്തമായി ഉണ്ടായിരുന്ന വീടും മറ്റെല്ലാ സൗകര്യങ്ങളും സ്വത്തുക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. വടക്കൻ ഗാസക്കാർക്ക് ഇനി തിരികെ പോകാനാകുമോ എന്നുപോലും അറിയാതെ തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ കഴിച്ചുകൂട്ടുകയാണ്. ഇസ്രയേലിൻ്റെ ബോംബ് ആക്രമണങ്ങളെക്കാൾ തങ്ങളുടെ ആർത്തവ സമയത്തെ ഭയക്കുന്നു എന്നാണ് ഗാസയിലെ സ്ത്രീകൾ പറയുന്നത്. ആർത്തവ സമയത്തുണ്ടാകുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് അവർ. കുടിക്കാൻ ശുദ്ധമായ വെള്ളമില്ല, ശുചിമുറി സംവിധാനങ്ങളില്ല, വൈദ്യുതിയില്ല. അതിനൊപ്പം ആർത്തവം കൂടി എത്തുമ്പോൾ സ്ത്രീകൾക്ക് നരകയാതനയുടെ അനുഭവം വീണ്ടും വർദ്ധിക്കുന്നു എന്നാണ് ഗാസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഗാസയിൽ ഏകദേശം 7 ലക്ഷം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആർത്തവ ചക്രം ഉണ്ടെന്നാണ് UN കണക്കുകൾ പറയുന്നത്. എന്നാൽ അതിനുപയോഗിക്കാൻ തക്ക പാഡുകളോ ആവശ്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളോ അവിടെ ലഭ്യമല്ല. സാനിറ്ററി പാഡുകൾ കണ്ടെത്താൻ അവർ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആവശ്യത്തിനുള്ള തുണികൾ കിട്ടാൻ പോലും അവിടെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഈ ലോകം അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഗാസയിലെ വനിതകൾ ദുരിതത്തിൻ്റെ നടുവിലാണ് കഴിയുന്നത്.